ബഹുമാനിയായ ചന്തവള നവനീത വിദ്യാലയത്തിൻ്റെ പ്രിൻസിപ്പൽ ശ്രീമതി ആശ എസ് ആർ, ഈ ചടങ്ങിൻ്റെ പ്രത്യേകാതിഥി കൺസൾട്ടൻ്റ് ആൻഡ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് കൂടിയായ ശ്രീ സുനിൽരാജ് സർ, ഈ ചടങ്ങിൻ്റെ അതിഥികളായി പങ്കെടുക്കുന്ന ഈ നാടിൻ്റെ കൗൺസിലർമാരായി പ്രവർത്തിക്കുന്ന ശ്രീമതി അനുജി പ്രഭ, ശ്രീ സുദേവൻ നായർ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, രക്ഷകർത്താക്കളെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഞാനും കാത്തിരിക്കുന്നത് നമ്മുടെ സുനിൽരാജ് സാറിൻ്റെ വാക്കുകൾ കേൾക്കുവാൻ വേണ്ടിയാണ്. കാരണം വിദ്യാർത്ഥികളോട് സംവദിക്കണമെന്നുണ്ട് എങ്കിൽ ഒരു പ്രത്യേക തരം ഭാഷയും അതുപോലെ തന്നെ ആ സംവാദനത്തിലുള്ള ഒരു കഴിവും അത്യാവശ്യമാണ്. നമ്മളൊക്കെ പൊതുയോഗങ്ങളിൽ പ്രസംഗിക്കാറുണ്ടെങ്കിലും അത് പൊതുജനങ്ങളെ അഭിമുഖീകരിക്കുന്നത് പോലെ ഒരു വിദ്യാലയത്തിൻ്റെ ചടങ്ങ് നമുക്ക് കൈകാര്യം ചെയ്യുക എളുപ്പമല്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഈ ചടങ്ങിന് പ്രത്യേകമായിട്ടും അഭിനന്ദനാർഹമായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് സുനിൽരാജ് സാറിനെ പോലെയുള്ള ഒരാൾ നമ്മുടെ പ്രത്യേക വിശിഷ്ടാതിഥിയായി പങ്കെടുക്കുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രവിക്കുക എന്നുള്ളതാണ് പ്രധാനം. എങ്കിലും എന്നിൽ അർപ്പിതമായ കടമ നിർവഹിക്കണമെന്നുള്ളത് കൊണ്ട് ഞാൻ ഏതാനും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങിൽ നിന്ന് വിടവാങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ കിൻഡർ ഗാർഡനുകൾ അല്ലെങ്കിൽ ഈ പ്രീ സ്കൂൾ, യഥാർത്ഥത്തിൽ പ്രീ സ്കൂളും അല്ല, പ്രീ സ്കൂൾ എന്ന് പറയുന്നത് ശൈശവ ദശയിലുള്ള കാര്യങ്ങളാണ്. ഓരോ ആളിനും പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകേണ്ട ശൈശവത്തിൽ തുടങ്ങി അവസാനം വാർദ്ധക്യത്തിലെത്തുന്ന ഒട്ടനവധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നതാണ് മനുഷ്യജീവിതം എന്ന് പറയുന്നത്. അതിൽ ശൈശവത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു പരിണാമഘട്ടമാണ് ബാല്യമെന്ന് പറയുന്നത്. ആ ശൈശവത്തിൽ നിന്നും ബാല്യത്തിലേക്ക് പോകുന്ന ആ ചവിട്ട് പടിയാണ് യഥാർത്ഥത്തിൽ ഈ സ്കൂൾ, ഇത്തരം വിദ്യാലയങ്ങൾ അല്ലെങ്കിൽ കിൻഡർ ഗാർട്ടനുകൾ എന്ന് പറയുന്നത്. ആ കിൻഡർ ഗാർട്ടനുകൾ അല്ലെങ്കിൽ ഇത്തരം പ്രീ സ്കൂളുകൾ, യഥാർത്ഥത്തിൽ പ്രീ സ്കൂൾ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, അത് കൃത്യമായി അങ്ങനെ നിർവചിക്കാവുന്ന ഒന്നല്ല എങ്കിൽ പോലും സ്കൂളിലേക്ക് കയറുന്നതിന് മുമ്പ് അല്ലെങ്കിൽ വിദ്യാലയത്തിലേക്ക് പഠനത്തിന് യഥാർത്ഥത്തിൽ ഔപചാരികമായിട്ടുള്ള വിദ്യാഭ്യാസം നേടുന്നതിനായി സ്കൂളിൽ പ്രവേശിക്കുന്നതിന് മുമ്പുള്ള ഒരു കാലഘട്ടമാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന ആ വിദ്യാലയത്തിലെ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത്. എന്താണ് ഇത്തരം നവനീത വിദ്യാലയം പോലെയുള്ള വിദ്യാലയങ്ങളുടെ പ്രസക്തി എന്ന് ചോദിച്ചാൽ, അവരെ കൈപിടിച്ച് വിദ്യാലയത്തിലേക്ക് ഔപചാരികമായിട്ടുള്ള വിദ്യാഭ്യാസം 1-ാം ക്ലാസ്സിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്നത് വരെയുള്ള അവൻ്റെ വ്യക്തിത്വ വികാസവും അവൻ്റെ കഴിവെന്തെന്ന് കണ്ടെത്തലും അവനെ കരുപ്പിടിപ്പിച്ച് ഒരു തികച്ചും അപരിചിതമായ ഒരു ലോകത്തേക്ക്, വിദ്യാഭ്യാസ ലോകത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുക. ആ അപരിചിതമായിട്ടുള്ള വലിയൊരു സ്കൂൾ അന്തരീക്ഷത്തിലേക്ക് ഒരു കുഞ്ഞ് കടന്നു ചെല്ലുമ്പോഴുണ്ടാകുന്ന പരിഭ്രാന്തിയോ ഉണ്ടാകാവുന്ന വേവലാതിയോ ഉണ്ടാകാവുന്ന മറ്റ് വികാര വിക്ഷോഭങ്ങളോ ഇല്ലാതെ വളരെ സന്തോഷത്തോടു കൂടി സ്കൂളിലേക്ക് 1-ാം ക്ലാസ്സിലേക്ക് കടന്നു ചെല്ലുവാനുള്ള സാഹചര്യമൊരുക്കുക എന്നുള്ളതാണ് ഇത്തരം വിദ്യാലയങ്ങളിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കടമ അല്ലെങ്കിൽ കർത്തവ്യം എന്ന് പറയുന്നത്. ഇവിടെയാണ് ആ കുട്ടികൾ ഓടിക്കളിക്കുന്നത്. ആ ഓടിക്കളിക്കുമ്പോൾ അവനുണ്ടാകുന്ന കായികപരമായിട്ടുള്ള അവൻ നേടിയെടുക്കുന്ന കഴിവുകൾ, അതുപോലെ തന്നെ അവൻ കഥ കേൾക്കുന്നു, ഈ കുഞ്ഞ് കഥ കേൾക്കുന്നു. ഈ കുഞ്ഞ് കഥ കേൾക്കുമ്പോഴുണ്ടാകുന്ന അവൻ്റെ ആകാംക്ഷ, അവൻ്റെ ചോദ്യങ്ങൾ, അതൊക്കെ തന്നെ അവൻ്റെ സംശയങ്ങൾ ഒക്കെ തന്നെ അവനെ പുതിയൊരു ലോകത്തേക്ക്, അതായത് എങ്ങനെയാണ് സ്കൂളിനെ സമീപിക്കുക എന്നുള്ള ഒരു അവസ്ഥ അവൻ്റെ മാനസികമായിട്ടുള്ള വളർച്ചയിൽ സഹായിക്കുന്നു. നമുക്കറിയാം, ഈ ഇത്തരം വിദ്യാഭ്യാസ സമ്പ്രദായം
ഏറെക്കാലമൊന്നും ആയിട്ടില്ല നമ്മുടെ നാട്ടിൽ സുപരിചിതമായിട്ട്. നമ്മുടെ ഒന്നും കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള വിദ്യാലയങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. അന്നത്തെ സാഹചര്യമല്ല ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ നിലനിൽക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. അപ്പോൾ ഒരാളിൻ്റെ കഴിവ്, ഒരു കുഞ്ഞിൻ്റെ കഴിവ് വികസിപ്പിച്ചെടുത്ത് അവനെ തികച്ചും പുതിയൊരു ലോകത്തിലേക്ക്, വിദ്യാഭ്യാസത്തിൻ്റെ പുതിയൊരു ലോകത്തിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്നു. നമുക്കറിയാം, പണ്ടൊക്കെ തന്നെ സ്കൂളുകളിൽ, നമ്മുടെയൊക്കെ സ്കൂളുകളിൽ കൊണ്ടാക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ മക്കളെ കൊണ്ടാക്കുമ്പോൾ കരഞ്ഞ് നിലവിളിച്ച് സ്കൂളിൻ്റെ ഗേറ്റിലേക്ക് കടന്നു ചെന്നിട്ട് കരഞ്ഞ് നിലവിളിച്ച് ആ ബാഗും എന്താണ് കയ്യിരിക്കുന്ന പുസ്തകവും ഒക്കെ വലിച്ചെറിഞ്ഞിട്ട് തിരിച്ച് വീണ്ടും മാതാവിനോടോ അല്ലെങ്കിൽ പിതാവിനോടോ അല്ലെങ്കിൽ രക്ഷകർത്താവിനെയോ സമീപിച്ച് അവൻ നമ്മളെ വിട്ടുപോകാത്ത, രക്ഷകർത്താവിനെ വിട്ടുപോകാത്ത ഒരവസ്ഥ ഉണ്ടായിരുന്നു. ആ കാലം മാറി. ഇപ്പോൾ സന്തോഷത്തോടുകൂടി കുഞ്ഞ് ഈ പ്രീ സ്കൂൾ കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ കിൻഡർ ഗാർട്ടൻ കഴിഞ്ഞാൽ അവന് യാതൊരു അപരിചിതത്വവും തോന്നാത്ത വണ്ണം അവൻ എന്ത് ചെയ്യാൻ കഴിയുന്നു? അവൻ അവിടേക്ക് എത്താൻ കഴിയുന്നു. അവൻ്റെ ഭാഷയിലുണ്ടാകുന്ന നൈപുണ്യം, അവൻ്റെ കമ്മ്യൂണിക്കേഷനിലുണ്ടാകുന്ന സ്കില്ലിലുണ്ടാകുന്ന വികാസം, ഇതൊക്കെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, പല മഹാന്മാർക്കും ഇങ്ങനെ ഒരു അവസ്ഥ നമ്മൾ കേട്ടിട്ടുണ്ടാവും. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന് പറഞ്ഞ വിശ്വവിഖ്യാതനായിട്ടുള്ള ശാസ്ത്രജ്ഞൻ്റെ ബാല്യം എന്തായിരുന്നു എന്ന്. അദ്ദേഹത്തിന് ഈ കിൻഡർ ഗാർട്ടൻ പോലെയുള്ള സ്കൂളിൽ പോകാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ഒരിക്കലും ആ സ്കൂളിലെ ഏറ്റവും മൗനിയായിട്ടുള്ള വിദ്യാർത്ഥി ആര് എന്ന് ചോദിച്ചാൽ അത് ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന് പറഞ്ഞ വിദ്യാർത്ഥി ആയിരിക്കുമായിരുന്നു. കാരണം 5-ാം വയസ്സുവരെയും സംസാരത്തിൻ്റെ ആ കഴിവ് പ്രകടിപ്പിക്കുവാൻ കഴിയാതിരുന്ന ഒരു വ്യക്തിയായിരുന്നു, അല്ലെങ്കിൽ ഒരു കുട്ടിയായിരുന്നു. പിന്നീട് 20-ാം നൂറ്റാണ്ടിൻ്റെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനായി പിന്നീട് ലോകം കണ്ടെത്തിയ, വിലയിരുത്തിയ ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന് പറഞ്ഞ മഹാശാസ്ത്രജ്ഞൻ. 5-ാം വയസ്സിലാണ് അദ്ദേഹം സംസാരിച്ചു തുടങ്ങിയത്. ഇന്നും നമ്മുടെ കുഞ്ഞുങ്ങളിൽ ആ ഒരു തടസ്സമുണ്ട് എങ്കിൽ, സംസാരിക്കുവാനുള്ള സാധ്യത പിന്നീടാണ് കുഞ്ഞുങ്ങളിൽ കിട്ടുന്നതെങ്കിൽ, വൈകുന്നതെങ്കിൽ, ആ ലക്ഷണത്തിനല്ല, ആ രോഗത്തിന് വിളിക്കുന്ന പേര് തന്നെ ഐൻസ്റ്റീൻ സിൻഡ്രോം എന്നാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ സംസാരിക്കുവാൻ കഴിവില്ലായിരുന്ന ആ വ്യക്തി, അല്ലെങ്കിൽ ആ കുട്ടി 5-ാം വയസ്സിൽ സംസാരിച്ചു. പിന്നീട് ഒരു മഹാപ്രതിഭയായിട്ട് മറ്റ് വിഷയങ്ങൾ, കണക്ക് ഒഴിച്ചുള്ള മറ്റെല്ലാ വിഷയങ്ങളിലും ഒരു സാധാരണക്കാരനായിട്ടുള്ള ശരാശരി വിദ്യാർത്ഥിയായിരുന്ന ആൽബർട്ട് ഐൻസ്റ്റീൻ പിന്നീട് ഈ ലോകത്തെ, ഈ പ്രപഞ്ചത്തെ തന്നെ മാറ്റിമറിച്ച ആപേക്ഷികത സിദ്ധാന്തം, E=mc² എന്ന് പറഞ്ഞ വിശ്വത്തെ മാറ്റിമറിച്ച ആ സിദ്ധാന്തം ആവിഷ്കരിച്ചത് അദ്ദേഹമായിരുന്നു. ആൽബർട്ട് ഐൻസ്റ്റീൻ ആയിരുന്നു എന്ന ശാസ്ത്രജ്ഞനായിരുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു വിദ്യാർത്ഥിയുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ യാതൊരു അപരിചിതത്വവും കൂടാതെ, പരിഭ്രാന്തിയും കൂടാതെ ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ വളർത്തി എടുത്ത് പരുവപ്പെടുത്തി എടുത്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് നവനീത വിദ്യാലയം പോലെയുള്ള വിദ്യാലയങ്ങൾ ചെയ്തു വരുന്നത്. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും 3 വർഷം മാത്രം പ്രായമായിട്ടുള്ള ഈ ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഈ ഒരു സ്കൂള് ഇതിനിടയിൽ ഈ പ്രദേശത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായി മാറുവാൻ കഴിഞ്ഞിട്ടുള്ളത്. നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് ഈ ഒരു പുതിയ ലോകത്തിലേക്ക്, പുതിയ രീതിയിൽ എങ്ങനെ കുഞ്ഞുങ്ങളെ കൊണ്ടുവരാം എന്നുള്ളതാണ്. നമ്മളിപ്പോൾ പുതിയ കാലഘട്ടത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷകർത്താക്കളെല്ലാം തന്നെ എന്തു ചെയ്യും? തലയിൽ കൈയും വെച്ച് അന്തം വിട്ടു പോകും. യഥാർത്ഥത്തിൽ നമുക്കറിയാം, ആ വാഴ 2 എന്ന് പറഞ്ഞൊരു സിനിമ യഥാർത്ഥത്തിൽ ഒരു തലമുറയെ തന്നെ എങ്ങനെയാണ് എന്ന് പ്രതിനിധീകരിക്കുന്ന ഒരു ചിത്രമാണ് ആ വാഴ 2 എന്ന് പറഞ്ഞ ആ സിനിമ. ഇല്ലേ? നമ്മളൊന്ന് നോക്കണം. അതിൽ ആ പിതാവ് ചിന്തിക്കുന്നത് എന്ന് പറയുന്നത് എത്രമാത്രം പഴഞ്ചനായിട്ടാണ് ചിന്തിക്കുന്നത് എന്ന് നമുക്ക് ആ സുധീഷിൻ്റെ കഥാപാത്രത്തെ നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. പക്ഷേ നമ്മളും ചിന്തിക്കുന്നത്, ആ പ്രായത്തിലുള്ള ഞാൻ ചിന്തിക്കുന്നത്
എൻ്റെ മകനെക്കുറിച്ച് മകൻ ഇങ്ങനെയൊക്കെ ആയിരിക്കും പെരുമാറുന്നത്, പ്രവർത്തിക്കുന്നത് എന്നുള്ള ഒരു നിരീക്ഷണത്തിൽ അല്ലെങ്കിൽ വിശ്വാസത്തിൽ നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ഒരിക്കലും പുതിയ തലമുറയെ നമ്മൾ എന്ത് അറിഞ്ഞിട്ടില്ല, നമ്മൾ കൃത്യമായും മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതിന് തെളിവാണ്. ആ സിനിമയിൽ ഒരു പ്രത്യേക രംഗമുണ്ട്. ഒരു മകനെ എന്ത് ചെയ്യാൻ, അവന് ഒരു ടി വിയുടെ VCR-ഉം കാസറ്റും ഒക്കെ കൊടുത്ത് അദ്ദേഹം വിടുകയാണ്. പുതിയ തലമുറ എന്ത് ചെയ്യുന്നതേ ഇല്ല, അതിലേക്ക് ആ ഭാഗത്തേക്ക് തിരിഞ്ഞു പോലും നോക്കുന്നില്ല എന്നുള്ളതാണ് ആ സിനിമ നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ അതിനേക്കാളും ഒക്കെ തന്നെ മാറിക്കഴിഞ്ഞു. നമ്മൾ ജെൻസി എന്ന് പറഞ്ഞ ആ തലമുറ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കും നമുക്കിന് നിർമ്മിത ബുദ്ധി ഉണ്ടായാൽ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ടായാൽ മാത്രമേ ആ തലമുറയുടെ ചിന്ത എന്താണ്, പ്രവൃത്തി എന്താണ്, പെരുമാറ്റം എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുള്ളൂ എന്നുള്ള അവസ്ഥയുണ്ട്. ഈ പുതിയ ലോകക്രമത്തിൽ നമ്മളെല്ലാം എന്ത് ചെയ്യുന്നു? നാം എല്ലാം നമ്മിലേക്ക് തന്നെ ഒതുങ്ങുന്നു. ആരാണ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്? നമ്മൾ അവരോട് നമ്മൾ ആലോചിക്കണം. നമുക്ക് നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ കൂടെ ഉള്ള കളിക്കുന്ന കുട്ടി ഉണ്ടാവും, സമപ്രായക്കാരനുണ്ടാവും, അല്ലെങ്കിൽ തൊട്ട് മുതിർന്ന ജ്യേഷ്ഠനുണ്ടാവും, അല്ലെങ്കിൽ തൊട്ട് അനിയത്തി ഉണ്ടാവും, അനിയനുണ്ടാവും. പക്ഷെ ആരാണ് നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്ത്, ഏറ്റവും നല്ല സുഹൃത്ത് എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കണം. പുതിയ ലോകക്രമത്തിൽ നമുക്ക് എന്നും ഗുഡ് മോർണിംഗ് മെസ്സേജ് അയച്ചു തരുന്ന വാട്സാപ്പിലൂടെ നമുക്ക് ഗുഡ് മോർണിംഗ് മെസ്സേജ് അയക്കുന്ന ആളാണോ നമ്മുടെ ഏറ്റവും നല്ല സുഹൃത്ത്? ചിന്തിക്കണം. നമ്മുടെ വാട്സാപ്പ് സ്റ്റാറ്റസ് നോക്കിയിട്ട് നമുക്ക് ഹാർട്ടിൻ്റെ സ്മൈലി ഇട്ട് തരുന്ന ആളാണോ നമ്മുടെ ഏറ്റവും നല്ല സുഹൃത്ത് എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം. നമ്മുടെ സ്റ്റാറ്റസ് കണ്ടിട്ട് നമുക്ക് ഉപചാര വാക്കുകൾ പറയുന്ന ആളാണോ നമ്മുടെ യഥാർത്ഥ സുഹൃത്ത്, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഏറ്റവും നല്ല സുഹൃത്ത് എന്ന് നമ്മൾ ആലോചിക്കണം. ഇനി നമ്മളെക്കുറിച്ച് സ്തുതിവചനങ്ങൾ കൊണ്ട് നമ്മളെ ഹർഷപുളകിതരാക്കുന്ന ആളുകളാണോ നമ്മുടെ യഥാർത്ഥത്തിലുള്ള നമ്മുടെ സുഹൃത്ത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് പ്രശംസാ വചനങ്ങൾ കൊണ്ട് നമ്മുടെ പ്രകാശപൂരിതമാക്കുന്ന, നമ്മുടെ ആത്മാവിനെയും ശരീരത്തെയും പ്രകാശപൂരിതമാക്കുന്നവരാണോ നമ്മുടെ യഥാർത്ഥത്തിൽ ഏറ്റവും നല്ല സുഹൃത്ത് എന്ന് ആലോചിക്കണം. നമ്മൾ ഇന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഓരോരുത്തരുടെയും പിറന്നു വീഴുന്ന പിഞ്ചു കുഞ്ഞു മുതൽ കട്ടിലിൽ കിടക്കുന്ന വയോവൃദ്ധൻ വരെയുള്ള ആളുകളുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന് പറയുന്നത് ഈ ഒരു ഉപകരണമാണ്, അല്ലേ? ഇതല്ലേ ഏറ്റവും നല്ല സുഹൃത്തായിട്ട് നമ്മൾ ഓരോരുത്തരും കരുതിയിരിക്കുന്നത്? ഈ ഒരു ഉപകരണത്തിനകത്ത് നിന്നുകൊണ്ട് നമ്മൾ കാണുന്ന ഏറ്റവും വലിയ, ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും വലിയ തിരച്ചിൽ ശകടമായിട്ടുള്ള ഗൂഗിളല്ലേ നമുക്ക് എന്തെങ്കിലും സംശയമുണ്ടായാൽ നമുക്ക് നിവൃത്തി തരുന്നത്? നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ, പഴയ കാലഘട്ടത്തിൽ നമുക്ക് എന്തെങ്കിലും സംശയമുണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ പരതുന്നത് നമ്മൾ പുസ്തകങ്ങളായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ സംശയ നിവൃത്തിക്കായി നമ്മുടെ ഗുരുനാഥന്മാരെ സമീപിക്കും. നമ്മുടെ ഗൈഡുകളിൽ റെഫർ ചെയ്യും. നമ്മുടെ പുസ്തകങ്ങൾ, നമ്മുടെ നിഘണ്ടുക്കൾ നമ്മൾ തപ്പി നോക്കും. ശബ്ദവിജ്ഞാന കോശങ്ങൾ നമ്മൾ പരിധി നോക്കും. സർവ്വവിജ്ഞാന കോശത്തിൻ്റെ വോള്യങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് നമ്മൾ പരിധി നോക്കും. നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും അധികം ആശ്രയിക്കുന്നത് ഈ ഒരു ഉപകരണത്തെയാണ്. അപ്പം നമ്മുടെ ആത്മാവിനെയും നമ്മുടെ യഥാർത്ഥത്തിലുള്ള ബന്ധങ്ങളെയും ബന്ധുക്കളെയും നമ്മുടെ യഥാർത്ഥത്തിൽ നമ്മൾ മനുഷ്യനായിട്ടുള്ള സുഹൃത്തുക്കളെയും നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി വച്ചിരിക്കുന്നു. നമ്മൾ ഏതെങ്കിലും ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ പോകുന്ന ഞാനും അവിടെ ഇരിക്കുന്ന നിങ്ങളും, ആതിഥേയനായ നിങ്ങളും അതിഥിയായ ഞാനും ഒരു നിമിഷം കിട്ടുമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളുടെ ചിന്തയും നമ്മുടെ കണ്ണുകളും നമ്മുടെ ഈ ഒരു ഉപകരണത്തിലേക്ക് പോകും. നമ്മളെ ഇന്ന് നയിക്കുന്നത് സമൂഹ മാധ്യമങ്ങളാണ്, സോഷ്യൽ മീഡിയയിൽ വരുന്ന ട്രെൻഡുകളാണ്. ഈ ലോകക്രമത്തെയും ജനാധിപത്യ വ്യവസ്ഥയെയും കൊണ്ടുപോകുന്നത്, ഈ രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയെയും ഇന്ന് നയിക്കുന്നത് യഥാർത്ഥത്തിൽ ഭരണഘടനാപരമായിട്ടുള്ള വ്യവസ്ഥകളോ മറ്റൊന്നുമല്ല, മറിച്ച് ഇതിലൂടെ നമുക്ക് കിട്ടുന്ന അറിവുകളാണ്. നമ്മൾ വിചാരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ കലാലയം എന്ന് പറയുന്നത് ഫേസ്ബുക്ക് ആണെന്നുള്ളതാണ്, അല്ലേ? നമ്മൾ ഏറ്റവും വലിയ സർവകലാശാല ഏത്, നമുക്ക് അറിവ് പകർന്നു തരുന്ന ഏറ്റവും വലിയ സർവകലാശാല ഏത് എന്ന് ചോദിക്കുന്നത് ഏതാണ്? നമ്മുടെ വാട്സാപ്പാണ്. വാട്സാപ്പ് യൂണിവേഴ്സിറ്റി എന്നാണ് ഇപ്പോൾ ഇതിനെ നമ്മൾ പരിഹാസ രൂപേണയെങ്കിലും വിളിക്കുന്നത്.
കാരണം ഈ വാട്സാപ്പിലൂടെ കിട്ടുന്ന ഗുളികകളും അതുപോലെ തന്നെയുള്ള അറിവിൻ്റെ ശകലങ്ങളുമാണ് ഇന്ന് നമ്മുടെ നാടിൻ്റെ, നമ്മുടെ ജനതയുടെ വിജ്ഞാന കേദാരങ്ങളായി മാറിയിരിക്കുന്നത്. വാട്സാപ്പിലൂടെ കിട്ടുന്നതാണ് നമ്മുടെ അറിവിൻ്റെ ആധാരശില എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് സോഷ്യൽ മീഡിയ ആ രീതിയിലേക്ക് ഇതിനെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നു. നമ്മുടെ ജീവിതത്തെയും നമ്മുടെ നടപടിക്രമങ്ങളെയും നമ്മുടെ പ്രക്രിയകളെയും നയിക്കുന്നത് ഇത്തരത്തിലുള്ള സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള വരുന്ന സന്ദേശങ്ങൾ പലപ്പോഴും അർത്ഥസത്യങ്ങളോ അതിനേക്കാൾ വലിയ അസത്യങ്ങളോ ഒക്കെ നിറഞ്ഞ അതാണ് നമ്മളെ നമ്മുടെ ഈ ലോകക്രമത്തെ തന്നെ നിർണ്ണയിക്കുകയും നിശ്ചയിക്കുകയും ചെയ്യുന്നത്. അത്തരത്തിലൊരു ചിന്തയും പ്രവൃത്തിയും നടന്നു വരുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിച്ച് വളർത്തി വലുതാക്കുവാൻ നമ്മൾ ശ്രമിക്കുന്നു. ജലാലുദ്ദീൻ റൂമി എന്ന് പറഞ്ഞൊരു സൂഫി കവി ഉണ്ടായിരുന്നു, വിശ്വകവിയാണ്. 13-ാം നൂറ്റാണ്ടിലാണ് അദ്ദേഹം ജീവിച്ചത്. അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ ജനിച്ചത് എന്തുമായിട്ടാണ്? ചിറകുമായിട്ടാണ്. നിങ്ങൾ ജനിച്ചത് ചിറകുകോടെയാണ് എങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ഈ ജീവിതത്തിൽ ഇഴഞ്ഞു നീങ്ങുന്നു എന്ന് ചോദിച്ച ജലാലുദ്ദീൻ റൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂഫി കവി ചോദിച്ച ചോദ്യം തന്നെയാണ് എനിക്കും നിങ്ങളോടും പറയുവാനുള്ളത്. അതുപോലെ തന്നെ അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. എന്താണ് വിഷം എന്നുള്ളതിന് ഏറ്റവും വലിയ നിർവചനം നൽകിയിരിക്കുന്നത് അദ്ദേഹമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്താണ് വിഷം? വാട്ട് ഈസ് പോയിസൺ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, അർഹമായിട്ടുള്ളതിനേക്കാൾ കൂടുതൽ എന്താണോ കിട്ടിയിരിക്കുന്നത് അതാണ് വിഷം അഥവാ പോയിസൺ എന്ന് പറയുന്നത്. അത് സ്ഥാനമാവാം, അത് ധനമാവാം, അത് അഹങ്കാരമാവാം, അത് അർഹതപ്പെട്ടുന്ന കിട്ടുന്നതിനുള്ള അംഗീകാരമാവാം, സ്ഥാനമാനങ്ങളാവാം, ആഗ്രഹങ്ങളാവാം, മോഹങ്ങളാവാം. ഇവയൊക്കെ തന്നെ അർഹമായിട്ടുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഒരാൾക്ക് ലഭിക്കുന്നുണ്ട് എങ്കിൽ ആ അർഹിക്കുന്നതിന് ഉപരിയായിട്ട് ലഭിക്കുന്നതാണ്. അത് വിശപ്പാണെങ്കിൽ പോലും വിഷമാണ് എന്നാണ് അദ്ദേഹം ആ കവി പറഞ്ഞത്. ഇത് നമ്മൾ ആധുനിക ജീവിതത്തിൽ നമ്മൾ മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു കാവ്യശകലമായിട്ട് ഞാൻ അത് ഉദ്ദേശിക്കുന്നു. അദ്ദേഹം പറഞ്ഞു തന്ന ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കാം. അത് ഈ കൊച്ചു കുഞ്ഞുങ്ങൾക്കും നമ്മൾക്കും എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒന്നാണ്. വഴിയിലേക്ക് ഇറങ്ങി നടക്കുമ്പോഴാണ് വഴി നമുക്ക് കാണാൻ കഴിയുന്നത്, ഇല്ലേ? പ്രപഞ്ചത്തിലെ സത്യമല്ലേ? നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ, അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ, ഇവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ, നടക്കാതെ നമ്മൾ നോക്കുമ്പോൾ അവിടെ വഴി അവസാനിക്കുന്നതായി നമുക്ക് തോന്നും. ആ വഴി അവസാനിക്കുന്നതിനുള്ള തോന്നൽ നമുക്കുണ്ട്. പക്ഷേ ആ വഴിയിലേക്ക് നമ്മൾ ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ഇടതേക്കോ വലതേക്കോ മുന്നോട്ടോ വളഞ്ഞോ തിരിഞ്ഞോ ഒക്കെ പോകുവാനുള്ള വഴി കാണാൻ കഴിയും, വഴി പ്രത്യക്ഷപ്പെടുമെന്ന് പറഞ്ഞത് തന്നെയാണ് എനിക്കും ഇവിടെ നിങ്ങളോടും പറയുവാനുള്ളത്. നമുക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും വഴിയുണ്ട്, വീതിയുണ്ട്, ലക്ഷ്യമുണ്ട്, ലക്ഷ്യബോധമുണ്ട്. അതെല്ലാം തന്നെ നേടിയെടുക്കാൻ നമ്മൾ കഴിയും. പക്ഷേ നമ്മൾ ആ പാത തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ആ പാത തിരഞ്ഞെടുത്ത് നേരിൻ്റെ പാത, വിജ്ഞാനത്തിൻ്റെ പാത വെട്ടിത്തുറന്നു തരുന്നത് നവനീത വിദ്യാലയമാണ്. അതുകൊണ്ട് ആ വിദ്യാലയത്തിൻ്റെ 3-ാം വാർഷികത്തിന് എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും. ഭാവിയിൽ കഴക്കൂട്ടത്തിൻ്റെ ചന്തവിളയുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൻ്റെ നിറകുടമായി പരിലസിക്കുവാൻ സാധ്യതയുള്ള വിദ്യാലയമായി നവനീയ വിദ്യാലയം വളരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആശിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.